നമസ്കാരം കൂട്ടുകാരെ, രുദ്ര PSCയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രെയിനും അതിൻ്റെ പാർട്സും നമുക്കൊന്ന് പഠിക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, മെഡില്ല ഒബ്ലാങ്കറ്റ എന്നിവയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ആദ്യമായി നമുക്ക് സെറിബ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെറിബ്രം എന്ന് പറയുന്നത് ഈ വലിയ ഏരിയയാണ്. ഈ വലിയ ഏരിയയിലാണ് സെറിബ്രം. സെറിബ്രം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം. അതുപോലെ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്ന് വിളിക്കുന്നു. എന്താണ്? മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം. അതുപോലെ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്ന് വിളിക്കുന്നു. വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്ന് വിളിക്കുന്നു. എന്താണ്? ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. പിന്നെയോ പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവ സാധ്യമാക്കുന്നതാരാണ്? നമ്മുടെ സെറിബ്രമാണ്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രവും ഏതാണ്? സെറിബ്രമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്? പോയിൻറ്റ്സ് ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു. അപ്പോൾ പുറം ഭാഗം കോർട്ടക്സ്, അകത്ത് മെഡുല്ല. ഓക്കെ, അകത്തുള്ളത് വൈറ്റാണ്, മെഡുല്ല വൈറ്റാണ്. പുറത്തുള്ള കോർട്ടാണെങ്കിലോ ഗ്രേ കളറാണ്. ഓക്കെ, ഇനി പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവ സാധ്യമാക്കുന്നു. അതുപോലെ ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രവും ഏതാണ്? സെറിബ്രമാണ്. ഇനി നമുക്ക് അടുത്തതായി സെറിബെല്ലം നോക്കാം. സെറിബെല്ലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് സെറിബെല്ലം. ഇത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. ഏതാണ്? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. ശരീര തുല്യനില പാലിക്കാൻ സഹായിക്കുന്നു. ഏത്? സെറിബെല്ലം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് തലാമസ് നോക്കാം. തലാമസ് മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്താണ് കാണപ്പെടുന്നത്. ഏതാണ്? മസ്തിഷ്കത്തിൻ്റെ ഈ ഏരിയയാണ് തലാമസ്. ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള സന്ദേശത്തിൻ്റെ പുനഃപ്രസരണ കേന്ദ്രവുമാണേത്? തലാമസ്. അടുത്തതായി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. ഹൈപ്പോതലാമസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരം തുടങ്ങിയവ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലിക്കുന്നു. എന്തൊക്കെയാണ്? ഹൈപ്പോതലാമസ് ആണ് ശരീരത്തിൻ്റെ ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരം തുടങ്ങിയവ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി പഠിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയാണ് സെറിബ്രം. ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവ സാധ്യമാക്കുന്നു. അതുപോലെ ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രവും ഏതാണ്? സെറിബ്രമാണ്. അടുത്തത് സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. ശരീര തുല്യനില പാലിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തത് തലാമസ് ആണ്. തലാമസ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെയും പുനഃപ്രസരണ കേന്ദ്രമാണേത്? തലാമസ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരം തുടങ്ങിയവ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലിക്കുന്നു. ഇനി പുതിയ SCERT പ്രകാരം പുതിയ 3 പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷൻ, ഇത് ഫസ്റ്റ് വൺ മിഡ് ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ മൂന്നും കൂടെ ചേർന്ന് ബ്രെയിൻ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല ഒബ്ലാങ്കറ്റ. ഏതാണ്? മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല ഒബ്ലാങ്കറ്റ. അതിൽ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വിലയിരുത്തുന്നു. പോൺസ് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ പോർഷൻ എന്ത് ചെയ്യുന്നു? കണ്ണിലെയും മുഖത്തെയും പേശി പ്രവർത്തനം നിയന്ത്രിക്കുന്നു. മൂന്നാമത്തെ ഈ പോർഷനായ മെഡുല്ല ഒബ്ലാങ്കറ്റ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഈ ഏരിയ നമ്മൾ ഓൾറെഡി മുന്നേ SCERTയിൽ ഉണ്ടായിരുന്നതാണ്. ഇത് രണ്ടും പുതിയ പോയിൻറ്റ്സാണ്, പുതിയ SCERTയിൽ വരുന്ന പോയിൻറ്റ്സാണ്. ഒന്നുകൂടെ പറയാം. ഇവ മൂന്നും കൂടെ ചേർന്ന്
ബ്രെയിൻ സിസ്റ്റം എന്നറിയപ്പെടുന്നുണ്ട്. മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല ഒബ്ലാങ്കറ്റ. മിഡ് ബ്രെയിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വിലയിരുത്തുന്നു. പോൺസ് എന്ത് ചെയ്യുന്നു? കണ്ണിലെയും മുഖത്തെയും പേശി പ്രവർത്തനം നിയന്ത്രിക്കുന്നു. അതുപോലെ മെഡുല്ല ഒബ്ലാങ്കറ്റ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു.